വേദങ്ങളിൽ നിന്നാണ് ഭാരതീയ ദേശീയതയുടെ തുടക്കമെന്നും നമ്മുടെ ദേശീയതയെ രൂപപ്പെടുത്തിയത് ശ്രീശങ്കരന്റെ അദ്വൈത സിദ്ധാന്തമാണെന്നും കേന്ദ്ര കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ അഭിപ്രായപ്പെട്ടു. ദാർശനികനും ഇന്റഗ്രൽ ബുക്ക് സ്ഥാപകനുമായ ശ്രീകാന്ത് മൂന്നാം സ്മൃതി ദിനത്തിന്റെ ഭാഗമായുള്ള ശ്രീകാന്ത് സ്മൃതി പുരസ്കാര സമർപ്പണം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സുമാരൻ പെരിച്ചോർ മാഷ് പ്രത്യേകമായിട്ട് വിളിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോട് കൂടി ഒത്തുകൂടാനുള്ളൊരു അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. അതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമായി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ശ്രീകാന്ത് സാറിനെ കുറിച്ചും വളരെ ദീർഘമായ പല പ്രഭാഷണങ്ങളും പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം, ആനന്ദാശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകൾ ലോകം മുഴുവനും അറിയപ്പെടുന്നു എന്ന് ഡെന്നി സാർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ചടങ്ങിൽ ഇന്റഗ്രൽ ബുക്സ് ചെയർമാൻ ഡെന്നി അമൃതഗിരി അധ്യക്ഷത വഹിച്ചു. PK ശ്രീധരൻ ശ്രീകാന്ത് സ്മൃതി പുരസ്കാരം ഏറ്റുവാങ്ങി. രാധാകൃഷ്ണൻ നരിക്കോട ദീപപ്രോജ്വലനം നടത്തി. ലക്ഷ്മി മൂലക്കണ്ടത്തിന്റെ പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിച്ചു. പ്രഭാഷകൻ ബാലൻ പരപ്പ ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ സാമൂഹ്യ ശ്രേയസ്സിന് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു സന്ദേശം അദ്ദേഹം ഒരു കൊച്ചു പുസ്തകത്തിലൂടെ പകർന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രത്യേക കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആനന്ദാശ്രമത്തിൽ 10 രൂപയാണ് അതിന് വില വധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കൊച്ചു പുസ്തകം നമുക്ക് ഭൗതിക ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവികാസത്തിന്റെ പ്രായോഗിക പരിശീലന കേന്ദ്രമായ ക്ഷേത്രങ്ങളെ ഭൗതികമായിട്ടുള്ള പുരോഗതിയുടെ തത്രപ്പാടിൽ നമ്മുടെ ആളും അർത്ഥവും ഒക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഹൈന്ദവ സമാജത്തിന്റെ, പ്രത്യേകിച്ച് ആ ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവൃത്തത്തിനകത്തുള്ള സർവ്വചരാചരങ്ങളെയും, അതായത് ജനങ്ങളെ മാത്രമല്ല ചരാചരങ്ങളെയും അവരുടെയൊക്കെ വികാസത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് എങ്ങനെ മാതൃകരമായി പ്രവർത്തിക്കണമെന്ന് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കൊച്ചു പുസ്തകത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു തന്നതാണ്. ആ ഒരു ജ്ഞാന വെളിച്ചത്തിലാണ് ഈ ഉള്ളവനപ്പ് ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള അറിവും പക്വതയും വിവേകവുമുള്ള ഈ ഒരു ജനതയുടെ മുമ്പിൽ നിൽക്കാൻ ഇടവരുത്തി എന്നുള്ളതാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന കേന്ദ്ര കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർക്ക് ഇന്റഗ്രൽ ബുക്സ് ചെയർമാൻ ഡെന്നി അമൃതഗിരി പൊന്നാട അണിയിച്ച് ആദരിച്ചു. നാലപ്പാടം പത്മനാഭൻ, കണ്ണൻ പെരുമുടിയൂർ, സുകുമാരൻ പെരിയച്ചൂർ, ഡോക്ടർ CV മനോജ്, ഡോക്ടർ മുരളി മോഹനൻ KV, ദിനേശ് മാവുങ്കാൽ, R വേണുഗോപാൽ, വിജയാംബിക ശാസ്തമംഗലം, രമേശ് കൈതപ്രം, സുകേഷ് PD, അഡ്വക്കേറ്റ് TK സുധാകരൻ, രാഘവൻ കടന്നപ്പള്ളി, കൊപ്പൽ ചന്ദ്രശേഖരൻ, പല്ലവ നാരായണൻ, VK വാമനൻ നായർ, രാധിക ടീച്ചർ, രമേശൻ പുതിയകണ്ടം, അനിൽ പുളിക്കാൽ, ശ്രീകുട്ടൻ, ഉണ്ണി കാട്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ശ്രീകാന്ത് സ്മൃതി പർവം പ്രകാശനം ചെയ്തു. സുധാകരൻ പുറവങ്കരയുടെ സോപാന സംഗീതം, ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ഓടക്കുഴൽ വാദനം, മഹേഷ് മുന്നാടിന്റെ ഭക്തിഗാനം, വീഡിയോ പ്രദർശനം ചടങ്ങിനെ വർണ്ണാഭമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.